ഇതിന്റെ വിലയാണ് ഹൈലൈറ്റ്. ഇത് നമുക്ക് എത്ര നമുക്ക് പറയുകയാണെങ്കിൽ 6,90,000 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 6,90,000 അത് നെഗോഷ്യബിൾ ആണോ? ചെറിയ രീതിയിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു പുതുപുത്തൻ വണ്ടിയും കൂടി കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഇന്നോവയുടെ ഹൈക്രോസ് ആണ് ഏറ്റവും പുതിയ വണ്ടി അല്ലേ. അപ്പൊ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു സിയാസ് കാണിച്ചു തന്നിരുന്നു. വീണ്ടും ഒരു ഡീസൽ സിയാസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2015 ZDI പ്ലസ് ഏറ്റവും ഫുൾ ലോഡ് കേട്ടോ. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കിലോമീറ്റർ ആണ്. എത്രയാ? 600 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 600 കിലോ. ആകെ 600 ഓടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ക്ലീൻ വണ്ടിയാണ്. വെള്ള കളറാണ്, നല്ല വൃത്തിയുണ്ട്, അലോയ് വീൽസ് ഉണ്ട്. അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? മാനുവൽ സെഡ് ഓട്ടോമാറ്റിക്, അതായത് അന്ന് ഇറങ്ങിയാൽ ഏറ്റവും ടോപ്പ് വണ്ടി. യാരിസ് 2019 മോഡല്. 19 വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആകെ 20 ഓടിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കുറച്ചധികം നല്ല വണ്ടികൾ കാണിച്ചു തരാം കേട്ടോ. വളരെ ലോ ബഡ്ജറ്റ് വണ്ടികളാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ലോ ബഡ്ജറ്റ് വണ്ടികളല്ല. എല്ലാം അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള കുറച്ച് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന വണ്ടികൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ സാധാരണക്കാരുടെ വണ്ടികളും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പ്രീമിയം വണ്ടികളും ഉണ്ട്. ഈ ഒരു ഷോറൂമിൽ നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇതുവരെ നമ്മൾ ഈ ഒരു ഷോറൂമിൽ വീഡിയോ എടുത്തിട്ടില്ല. അതായത് കാർമാക്സ് എന്നാണ് ഈ ഒരു ഷോറൂമിൻ്റെ പേര്. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പുത്തനത്താണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഹൈവേയിൽ, നമ്മൾ തൃശ്ശൂർ പോണ ഹൈവേയിൽ തന്നെയാണ് ഈ ഒരു ഇവരുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള കുറച്ചധികം വണ്ടികൾ ഞാൻ ഇന്ന് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. വളരെ ലോ ബഡ്ജറ്റിലുള്ള വണ്ടികൾ കാണാൻ വേണ്ടി വന്നവരാരും തന്നെ ഈ വീഡിയോ കാണണമെന്ന് ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ബഡ്ജറ്റ് കൂടിയിട്ടുള്ള വണ്ടികളാണ് ഇവിടെയുള്ള എല്ലാം തന്നെ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ നബീൽ ബ്രോ ആണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നിങ്ങളുടെ എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പുത്തനത്താണി വെട്ടിച്ചിറന്റെ സെൻട്രലായിട്ട് ചുങ്കം എന്ന് പറഞ്ഞ ഒരു ഭാഗത്താണ് നമ്മള്. ചുങ്കമാണല്ലേ എക്സാക്ട്? ഓക്കെ, അതായത് പുത്തനത്താണി കഴിഞ്ഞ് വെട്ടിച്ചിറന്റെയും കൂടെ അടുത്ത് ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ശരിക്കും ഇവിടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഹൈവേ സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഇതിലേ പോകുന്ന ആർക്കും പെട്ടെന്ന് കാണാനും പറ്റും. അപ്പൊ എന്തായാലും നല്ല കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം അല്ലേ? ഓക്കെ, നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളല്ലേ? എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല വെഹിക്കിൾസ്, അടിപൊളി വണ്ടികൾ, ധൈര്യമായിട്ട് കൊടുക്കാം. സൂപ്പർ. അപ്പൊ എന്തായാലും കൂടുതൽ പറയുന്നില്ല. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഷെയറും ചെയ്തോളൂ കേട്ടോ. നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും വീഡിയോ മിസ് ചെയ്യരുത്, മുഴുവനായിട്ടും കാണണം, മാക്സിമം ഷെയറും ചെയ്യണം. കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നബീൽ ബ്രോ, നമുക്ക് ഈ ഒരു യാരിസ് കാണിച്ചാലോ? ടൊയോട്ടയുടെ വണ്ടി തന്നെ ഫസ്റ്റ് കാണിക്കാം. അപ്പൊ എന്തായാലും ഐശ്വര്യം ആയിക്കോട്ടെ. യാരിസ് ഏതാ മോഡലൊക്കെ? യാരിസ് 2019 മോഡല്. 19 വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആകെ 20 ഓടിയിട്ടുണ്ട്. എനിക്കൊന്ന് യാരിസ് പെട്രോൾ ഉള്ളൂ തോന്നുന്നു. പെട്രോൾ മാത്രമേ കമ്പനി ഇറക്കുന്നുള്ളൂ. അതെ, ഡീസൽ വണ്ടിക്കോ ടൊയോട്ട കംപ്ലൈന്റ് ഇല്ല. പിന്നെ പെട്രോൾ യാരിസിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഒന്നും പറയാം. ഇത് മൈലേജ് കുറച്ച് ഷോർട്ട് ആയിരിക്കും അല്ലേ? മൈലേജ് ഇത് ആവറേജ് ഒരു 14-15 ഒക്കെ എന്തായാലും കിട്ടും. 18 കമ്പനി പറയുന്നുണ്ടെങ്കിലും ഒരു 12 മുതൽ 14 വരെ പ്രതീക്ഷ മതി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, വലിയ വണ്ടിയാണ് കേട്ടോ. ഈ 19,000 ഓടി ക്വാളിറ്റി ആയിരിക്കും അല്ലേ മൊത്തം? 19,000 ഓടി ക്വാളിറ്റി. പിന്നെ ഒരു സിംഗിൾ ഓണർ ആണിത്. കിലോമീറ്റർ 19,000 എന്ന് പറഞ്ഞാൽ പിന്നെ വണ്ടി ഓടിയിട്ടില്ല. അതെ, കണ്ടീഷൻ നമുക്ക് നേരത്തിൽ കൊടുക്കാം. ഒരു ഷോറൂമിൽ നിന്ന് എങ്ങനെ വണ്ടി കൊടുക്കാൻ പറ്റുക അതുപോലെ കൊടുക്കാൻ പറ്റും. ഇന്റീരിയർ ഒക്കെ സീറ്റുകൾ ഒക്കെ മാറ്റി ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ നീറ്റാണ്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ? ജി എന്ന് ഫുൾ ഓപ്ഷൻ. പിന്നെ എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ? ഒന്നുമില്ല, ഫുൾ ക്ലീൻ ഒന്നുമില്ല. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഷോറൂമിൽ പോയി ഹിസ്റ്ററി എടുത്തിട്ട് എടുത്താൽ മതി. ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല അല്ലേ? ഓക്കെ, അപ്പൊ ഒരു കിളിക്കുഞ്ഞു വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള യാരിസ് ആണ്. കോൺടാക്ട് ചെയ്തോളൂ. വിലയും കൂടി ഒന്ന് കേൾക്കട്ടെ. വില ഇത് നമ്മള് 8,15 ലക്ഷം. 8,25,000. 19 മോഡൽ ലോ കിലോമീറ്റർ വണ്ടിയാണ് കേട്ടോ. 8,25,000 രൂപ ചോദിക്കുന്നത്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. സെഡാൻ വണ്ടിയാണ്, ക്ലീൻ വണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു BMW. ശരിക്കും BMW ഏറ്റവും വില കുറഞ്ഞൊരു വണ്ടി വേണമെങ്കിൽ ഇത് കൊടുക്കാം അല്ലേ? കൊടുക്കാം. ഇത് ഏതാ മോഡൽ? ഇത് 2009 മോഡല്. 2009 പക്ഷെ 2009 സൺറൂഫ് അടക്കം വരുന്ന 320D അല്ലേ? 320D ഡീസലില് ഏറ്റവും എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ മൈലേജിൽ പോലും ഇത് കൂടുതലായിരിക്കും. ലക്ഷറി പ്രീമിയത്തില് ഒരു 15 മൈലേജ് കിട്ടുന്ന ഒരു വാഹനമായിരിക്കും ഇതല്ലേ. ഒന്നാമത് ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ഇന്റീരിയർ സീറ്റ് ലേശം ഒരു അഴുക്കുണ്ട്, അതൊന്ന് മാറ്റിയാൽ അടിപൊളിയായി. അത് മാറ്റിയെടുക്കാമെന്നേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാം, സ്വിഫ്റ്റിന്റെ പൈസക്കാണ് നിങ്ങൾക്ക് തരുന്നത്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വരാം. ഓണർമാർ ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം ലാസ്റ്റ് ടൈമിൽ ഒരു 1 ലക്ഷം രൂപയുടെ മെയിൻ്റെനൻസ് വർക്ക് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ബില്ലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മോഡൽ ഏതാന്ന് പറഞ്ഞില്ല? 2009 മോഡൽ. 9 2009 വണ്ടിയാണ്. ഇതെന്ന് കണ്ടാൽ ഒരു കാരണവശാലും പറയില്ല. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി, സൺറൂഫ് ഉള്ള അന്നത്തെ ഏറ്റവും ഫുൾ ലോഡ് ഓട്ടോമാറ്റിക് ക്ലീൻ വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇത് ഓട്ടോ എത്രയാ?
ഓട്ടത് 83,000. 83. അത് ജെനുവിൻ ആയിരിക്കും. ജെനുവിന് ഷോറൂമിൽ ഈ ഒരു 4 വർഷം മുമ്പ് നമ്മൾ കസ്റ്റമറിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അവർ പറഞ്ഞത് 4 വർഷം മുമ്പ് അവർ 60 സംതിങ്ങിലാണ് അവർ എടുത്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത്. ഏകദേശം കാരണം അതിന്റെ ക്വാളിറ്റി ഉണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും. കാരണം ഇത്രയും ഒരു 2009 മെയിൻറ്റെയിൻ ചെയ്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അതെ അതെ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇത് നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തായിട്ടോ. വണ്ടീന്റെ ക്വാളിറ്റി 100% ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കുക. ഇതിന്റെ വിലയാണ് ഹൈലൈറ്റ്. ഇത് നമുക്ക് എത്ര വില നമുക്ക് പറയുകയാണെങ്കിൽ 6,90,000 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 6,90,000. അത് നെഗോഷ്യബിൾ ആണോ? ചെറിയ രീതിയിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തായാലും കൊടുക്കണം. അതുണ്ടാവും. അതൊരു സ്പെഷ്യൽ പരിഗണന നമ്മൾ എല്ലാവരും കൊടുക്കാറുണ്ട്. അതുപോലെ നിങ്ങളും കൊടുക്കണം. നമ്മൾ കൊടുത്തിരിക്കും. അത് മാത്രമല്ല മാക്സിമം നിങ്ങൾക്ക് വില കുറച്ച് തരും. ഒരു സ്വിഫ്റ്റിന്റെ പൈസക്ക് ഒരു BMW എടുക്കാൻ, അതും 18-നടുത്ത് മൈലേജ് കിട്ടുന്ന വണ്ടി താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. കിടിലം വണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് സിയാസ് അല്ലേ? സിയാസ് ഏതാ മോഡല്? സിയാസ് 2017 മോഡലാണ്. 17 ആണ്. 2016 ഡീസൽ. ZD എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ. ഇത് കീലസ് എൻട്രിയും ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന വണ്ടിയാണ് കേട്ടോ. ഒരു ഗ്രേ കളറാണ്, മോശമൊന്നുമില്ല. 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 62,000. മോഡൽ ഏതായിരുന്നു പറഞ്ഞേ? 2016. ഈ 16 ഡീസൽ വണ്ടി 62 ഒക്കെ ജെനുവിൻ ആണോ? ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ്. ഉറപ്പാണ്. അടിപൊളി. പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ബാക്കി വരുന്നുണ്ട് കേട്ടോ. എല്ലാം ക്ലീൻ വർക്കിംഗ് ആണല്ലോ അല്ലേ? അതെ അതെ അതെ. ഫുള്ള് ക്ലീൻ. ഒരു വേറെ മേജർ ആക്സിഡന്റോ ക്ലെയിമോ ഒന്നുമില്ല. 62,000 കിലോമീറ്റർ ജെന്യൂൻ ആണ്. പിന്നെ ഇതിന് സെക്കൻഡ് ഓണറാണ് ഈ വാഹനം ഇപ്പോൾ നിലനിൽക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു റീപ്ലേസും ഇല്ല. റീപ്ലേസ് മേജർ ആക്സിഡന്റ് ആയിട്ട് റീപ്ലേസ് അതൊന്നുമില്ല. പിന്നെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. ഒന്നല്ലേ കേരളത്തിലെ റോഡിൽ കൂടെ ഓടുന്ന വണ്ടിയാണല്ലോ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 6,70,000 രൂപ കൊടുക്കാം. 6,70,000. അത് കുറയുമോ ഇനി റേറ്റ്? നമ്മൾ ലാസ്റ്റ് ഏറ്റവും ഫൈനലാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിരുന്നാലും എന്തെങ്കിലും ഒന്ന് കുറച്ച് കൊടുക്കണം നമ്മുടെ ആൾക്കാർക്ക്. ആയിക്കോട്ടെ. 6,70,000 രൂപയ്ക്ക് 2016 ZDI വണ്ടിയാണ് കേട്ടോ. അതും ഡീസൽ വണ്ടിയാണ്. 18-20 കിലോമീറ്റർ മൈലേജും കിട്ടും. ലോ കിലോമീറ്ററും ആണ്. ഇത് മിസ് ചെയ്യേണ്ട. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇനി ഇതാണെങ്കിൽ നമുക്ക് ടൊയോട്ടയുടെ അൾട്ടീസ് ഡീസൽ ആണല്ലേ? ഏതാ മോഡല്? ഇത് മോഡൽ 2015-16 രജിസ്റ്റർ. 15 മോഡൽ 16 രജിസ്റ്റർ. ഇത് വേരിയന്റ് ഏതാ? ഒറിജിനൽ കേരള വണ്ടി. വേരിയന്റ് ഏതാ? വേരിയന്റ് ജെ ഓപ്ഷൻ. ജെ ആണ്. ഓക്കെ. 15 മോഡൽ 16 രജിസ്ട്രേഷനിൽ അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലേ? ക്ലീൻ വണ്ടിയാണ് കേട്ടോ. നല്ല വൃത്തിയുണ്ട്. കാര്യങ്ങൾ ഇന്റീരിയറിലൊക്കെ അവര് സീറ്റൊക്കെ നല്ല പുതിയ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? കിലോമീറ്റർ 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ 69 ഞാൻ വിശ്വസിക്കണം. ജെന്യൂൻ ഉറപ്പാണ്. ഹിസ്റ്ററി എടുത്തു കൊടുക്കാം. ഓക്കെ, അടിപൊളി കേട്ടോ. 69,000 വളരെ ലോ കിലോമീറ്റർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. സെക്കൻഡ് ഓണർ അല്ലേ? അടിപൊളി. ഇത് വേരിയന്റ് ഏതാ പറഞ്ഞേ? വേരിയന്റ് ജെ മിഡിൽ ഓപ്ഷൻ എന്ന് പറയാം. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. ബേസിക്കലി വേണ്ട സാധനമൊക്കെ ഉണ്ടാവും. പിന്നെ മെയിൻ ആയിട്ട് ഗുണം മെയിൻ പറയാൻ മൈലേജ് ആണ്. എങ്ങനെ നോക്കിയാലും ഒരു 20 മൈലേജ് ഈ വാഹനത്തിൽ കിട്ടും. പ്രീമിയം വെഹിക്കിളിൽ ഇത്രയും മൈലേജ് ഉള്ള ടൊയോട്ട കൊടുക്കുന്ന ഒരു വാഹനം വേറെ ഉണ്ടാവില്ല. അതും ഇത്രയും വലിയ വണ്ടി. അടിപൊളി. ഇനി ഇതിന്റെ വിലയാണ് കേട്ടോ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നബീൽ ബ്രോ, നല്ല വില കുറച്ച് കൊടുത്തൂടെ? നമുക്കിത് നന്നായിട്ട് വില കുറച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒരു 9.5 ലക്ഷം രൂപക്ക് കൊടുക്കാം. 9.5. അതിലെന്തെങ്കിലും കുറയാണ്ടോ? ഒറിജിനൽ കേരള വണ്ടി 9.5 ലക്ഷം രൂപ കൊടുക്കാം. അതിലെന്തെങ്കിലും കുറയാണ്ടോ? നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? അതായത് 2015 മോഡൽ 16 രജിസ്ട്രേഷൻ, ലോ കിലോമീറ്റർ, ഡീസൽ വണ്ടി, മൈലേജ് ഉള്ള വണ്ടി 9,50,000. മാക്സിമം നിങ്ങൾക്ക് കുറച്ച് പേര് നമ്മുടെ വീഡിയോ കണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു സിയാസ് കാണിച്ചു തന്നിരുന്നു. വീണ്ടും ഒരു ഡീസൽ സിയാസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2015 15 ZDI പ്ലസ് ആണ്. ZDI പ്ലസ് ഏറ്റവും ഫുൾ ലോഡ് കേട്ടോ. നേരത്തെ കാണിച്ചത് ZDI ആയിരുന്നു. ഇത് ZDI പ്ലസ് വരും. 15 ഇറങ്ങിയതിൽ ഡീസലിൽ ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. അതുപോലെ തന്നെ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ കുറച്ച് കുറവാ അല്ലേ? ടയർ അത്യാവശ്യത്തിന് ഓടാനുള്ള ഉണ്ട്. ഓടുണ്ട്. ഒരു 20 കിലോമീറ്റർ അത്യാവശ്യം ഓടും. പക്ഷെ ഞാൻ പറഞ്ഞ കുറവാണ്. അത്രേ ഉള്ളൂ. പിന്നെ ഇന്റീരിയർ ഒന്നും മോശമില്ല കേട്ടോ. അത്യാവശ്യം വൃത്തിയുണ്ട്. എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന പറഞ്ഞു. ടച്ച് സ്ക്രീൻ അടക്കം വരുന്ന വണ്ടിയാണ്. കീലസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ടും വരും. ഇത് ഡീസലിൽ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 98,000 കിലോമീറ്റർ ആണ് ഇപ്പോൾ ഓടിയിട്ടുള്ളത്. അത് ഹിസ്റ്ററി എടുത്ത് കൊടുക്കാൻ പറ്റുമോ നമുക്ക്? 98 എന്ന് പറയുമ്പോൾ 2016 15 അപേക്ഷിച്ച് വലിയ ഓട്ടമൊന്നും പറയാനില്ല. 15ന്റെ ഇയർ വെച്ച് നോക്കുമ്പോൾ ഏകദേശം നോർമൽ ഓട്ടമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, മൈലേജ് ഉള്ള ഡീസൽ വണ്ടിയാണ്.
ഇതും നല്ല മൈലേജ് ഉള്ള വാഹനമാണ്. 18 കിലോമീറ്റർ എന്തായാലും കിട്ടില്ല, എന്തായാലും മൈലേജ് കിട്ടും. ഏതോ ഡോക്ടർ കൊണ്ട് വണ്ടിയാന്ന് തോന്നുന്നു, സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ മാരുതിയുടെ വാഹനം കൂടിയല്ല, ഒന്നും നോക്കാനില്ല. ആർക്കും എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ചീപ്പാണ്, അതാണ് ഏറ്റവും വലിയ ഗുണം. ഒരു കുഴപ്പമില്ല. ഇത് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ് ഒന്നും. ക്ലീൻ വണ്ടി. എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 6,25,000 രൂപ കൊടുക്കാം. 6,25,000. അപ്പൊ എന്തായാലും 6,25,000 രൂപയ്ക്ക് 2015 ഡീസൽ ക്ലീൻ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഒരു ജീപ്പ് കോമ്പസ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ല വൃത്തിയുള്ള കോമ്പസ് കൂടി ഉണ്ട്. ഇത് ശരിക്കും ഏതാ മോഡലൊക്കെ? ഇത് 2017 ആണ്. 17 2017 ഡീസലാണോ? ഡീസൽ. ഇത് ഏതാ വേരിയന്റ് വരുന്നത്? ഇതിലെ വേരിയന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലിമിറ്റഡ്. ഏറ്റവും ഫുൾ ആണല്ലേ? സൺറൂഫ് ഇല്ലാന്ന് തോന്നുന്നു അന്ന്. അല്ല, ജീപ്പ് കോമ്പസ് പൊതുവെ സൺറൂഫ് വരുന്നില്ല. അങ്ങനെയുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ക്ലീൻ വണ്ടിയാണ്, വെള്ള കളറാണ്, നല്ല വൃത്തിയുണ്ട്, അലോയ് വീൽസ് ഉണ്ട്. അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? മാനുവൽ. പിന്നെ ഇത് 4 വീൽ ഒന്നും അല്ലല്ലോ, നോർമൽ 2 വീലർ. അതുപോലെ തന്നെ ഇന്റീരിയറൊക്കെ ശരിക്കും പറഞ്ഞാൽ ജീപ്പ് കോമ്പസ് ഭയങ്കര ഒരു പ്രീമിയം വണ്ടിയാണ് അല്ലേ? അതായത് ഇതിന്റെ ആ ഒരു പറയുകയാണെങ്കിൽ ഇതിന്റെ ലുക്ക് എല്ലാവർക്കും ഒരു പ്രീമിയം വണ്ടിയിലാണെങ്കിലും അത്യാവശ്യം ഒരു ഹൈറ്റിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്ത് പോകാൻ ഏറ്റവും കുറഞ്ഞ ഒരു പ്രൈസിനാണ് ഇത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, SUV വണ്ടിയാണ്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇത് 17 അല്ല മോഡൽ പറഞ്ഞാൽ? ഇത് 17. എന്താ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 74,000 കിലോമീറ്റർ. 74,000 ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററി കിട്ടുമല്ലോ അല്ലേ? എടുത്തു കൊടുക്കാം. ഓക്കെ. ടയർ ഭാഗങ്ങളൊക്കെ പുത്തനാണല്ലോ, നല്ല പുതിയ ടയറാണ്. 4 പുതിയ ടയറായിട്ടുള്ളത്. പുതിയ ടയറാണല്ലേ? ഓക്കെ. പിന്നെ വണ്ടി ഓവറോൾ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ, ക്ലീൻ വണ്ടി. എന്താ പ്രൈസ് വരുന്നത്? നമുക്കിത് 12,500 ചോദിക്കുന്നത്. 12,500. 12,70,75,000 രൂപയാണ്. കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 74,000. കമ്പാരിറ്റീവ്ലി വലിയ ഓട്ടം ഒന്നും പറയാനില്ല. ഇത് നമുക്ക് 15 മൈലേജ് കിട്ടൂലേ? ഇത് 15 മൈലേജ് കിട്ടൂല്ലേ? ഡീസൽ മെയിൻ ആയിട്ട് പറയേണ്ടത് പവറും പെർഫോമൻസും ലുക്കും എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു വണ്ടിയാണ് കേട്ടോ കോമ്പസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. 12,70,500. പിന്നെ നമ്മളിപ്പോ ഇതുവരെ നമ്മൾ ലോണിന്റെ കാര്യം പറഞ്ഞില്ല. ലോൺ നമുക്ക് നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ബാങ്ക് വഴി നല്ല ബാങ്കിന്റെ HDFC, ഫെഡറൽ എല്ലാം നമ്മൾ ബാങ്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ വണ്ടികളും എടുത്തൂടെ ഇവിടുന്ന്? എടുക്കാം. ലോൺ പേയ്മെന്റ് എടുക്കാം. ബാക്കി ലോൺ കിട്ടും അല്ലേ? ലോൺ കിട്ടും. അതായത് 1 ലക്ഷം രൂപ മതി നിങ്ങളുടെ കയ്യിൽ. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും ലോണിനെ ഭയങ്കര പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും ഒരു പരാതിയുണ്ട്. അതായത് ലോണിന്റെ കാര്യം ഇപ്പോൾ പറയുന്നില്ല. ഏകദേശം 1 ലക്ഷം രൂപയും കൊണ്ട് വന്നാൽ ഈ കിടക്കുന്ന ഏത് വണ്ടികളും നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാം കേട്ടോ. അപ്പോൾ ഈ ജീപ്പ് അടക്കം കൊണ്ടുപോകാം. 12,75 താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇനി നമ്മുടെ മെയിൻ സാധനം ക്രിസ്റ്റ അല്ലേ? ക്രിസ്റ്റ ഏതാ മോഡലൊക്കെ? ക്രിസ്റ്റ ഇത് 2016 മോഡല്. 16 2.8 Z ഓട്ടോമാറ്റിക്. Z ഓട്ടോമാറ്റിക്. അതായത് അന്ന് ഇറങ്ങിയാൽ ഏറ്റവും ടോപ്പ്. Z ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ട് ഉപയോഗിക്കാം. നല്ല ക്ലിയർ വണ്ടിയാണ്, റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞിട്ട് ഇതിന്റെ ഈ ഒരു കളർ ഭയങ്കര നല്ല മാർക്കറ്റുള്ള. ഇത് 2017 അല്ലേ? 16. എത്ര ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ 1,00,000 സംതിങ്. 1,10 അത് ജെനുവിൻ ആയിരിക്കും. കിലോമീറ്റർ. അടിപൊളി. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം 90% ഉണ്ട്. ഇതിന് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല അല്ലേ? നീറ്റ് വണ്ടിയാണ്. കില സെൻട്രിയും ബട്ടൺ സ്റ്റാർട്ടും എല്ലാ സാധനവും വരും. അതായത് ക്രിസ്റ്റയിൽ ഇറങ്ങിയാൽ ഏറ്റവും കൂടിയ മോഡൽ വണ്ടിയാണ് കേട്ടോ. ഒരു പ്രശ്നമില്ല. ഹിസ്റ്ററി ഒക്കെ എടുത്തു കൊടുക്കാം. 16 മോഡൽ ക്രിസ്റ്റയാണ്. എന്താ വില വരുന്നത്? നമ്മൾ വില ചോദിക്കുന്നത് 21,25,000. 21-25. അതായത് നിങ്ങൾ ആലോചിക്കേണ്ടത് 16 മോഡൽ Z ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള അല്ലേ ഇത്? ഒറിജിനൽ കേരള. അതുകൊണ്ട് ലേശം റേറ്റിൽ വ്യത്യാസം വരും. ടയോട്ട ആയതുകൊണ്ട് പിന്നെ കിലോമീറ്റർ പ്രശ്നമല്ല. 2 lakh 3 lakh ഒക്കെ ഓടിയാലും ഒരു 10 ലക്ഷമാണ്. 10 ലക്ഷം 3 അല്ല. അതായത് ക്രിസ്റ്റയിൽ 4 ലക്ഷം 5 ലക്ഷം ഓടിയ വണ്ടിയൊക്കെ മലപ്പുറത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ടയോട്ട ആ ഒരു ഗ്യാരണ്ടി എപ്പോഴും ടയോട്ട കമ്പനി തന്നെ കൊടുക്കുന്നതാണ്. ധൈര്യത്തിൽ പറയാലോ. 1.10 ഓടിയിട്ടുള്ളൂ. പ്രോപ്പർ ഹിസ്റ്ററി എടുത്തു വരും. 21,50,000 അല്ലേ? 21,25,000. എന്തെങ്കിലുമൊക്കെ നല്ലൊരു പൈസ നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആക്കി തരും നമ്മുടെ കസ്റ്റമേഴ്സിന് പ്രത്യേകിച്ചു അല്ലേ? എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ. നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ. ഒരു പുതുപുത്തൻ വണ്ടിയും കൂടി കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഇന്നോവേന്റെ ഹൈക്രോസ് ആണ് ഏറ്റവും പുതിയ വണ്ടി അല്ലേ? ഏറ്റവും പുതിയ. ഏതാ മോഡലൊക്കെ? 2023 6 മാസം അല്ല. എക്സാക്ട് ഡെലിവറി ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. 11/9/2023. 9 മാസം വണ്ടിയാണ്. ഹൈക്രോസിന് ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ? ഇത് ZXO എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ അല്ല, അതിന്റെ തൊട്ട് താഴെ. പക്ഷെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരും. എല്ലാവിധ ഫീച്ചേഴ്സും വരും. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കിലോമീറ്റർ ആണ്. എത്രയാ? 600 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 600 കിലോമീറ്റർ. ആകെ 600 ഓടിയിട്ടുണ്ട്. ഓ, ഇത് പിന്നെ എന്തിനാണോ അവർ എടുത്തതല്ലേ? ചുമ്മാ വിൽക്കാൻ വേണ്ടി മേടിച്ചായിരിക്കും അല്ലേ?
അവർ 600 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതാണ് പിന്നെ ഒന്നാമത് ഇതിനിപ്പോ ഓൾറെഡി ഇപ്പൊ ബുക്കിംഗ് എടുക്കുന്നില്ലേ വാണ്ടി. അതെ അല്ലേ, ബുക്കിംഗ് ഫുള്ളാണ്. 2 വർഷം വെയിറ്റിംഗ് ആണ്. ബുക്കിംഗ് എടുക്കാതെ ഇല്ല, വെയിറ്റിംഗിന് പോലും ഇല്ല, എടുക്കുന്നില്ല. കാരണം നമുക്ക് ഈ വാഹനം അതുകൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്തത് 600 കിലോമീറ്ററിൽ ഓടിയുള്ളൂ അല്ലേ. ഇത് കറക്റ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഹിസ്റ്ററി എന്ന് പറയാൻ വേണ്ടി അതെ അതെ അതെ. പിന്നെ ക്ലീൻ വണ്ടി എന്ന് പറഞ്ഞാൽ ടച്ചപ്പ് ഇല്ല, ഒരു പോറൽ പോലും ഇല്ലാത്ത കിടുക്കൻ വണ്ടി. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ അല്ലെ. ഒന്നുമില്ല, ചോദിക്കുന്ന മര്യാദ അല്ലാന്ന് അറിയാം, എന്നാലും ഒന്നുമില്ല. നമ്മൾ 100% ഗ്യാരണ്ടിയാണ്. കാരണം ഇതിന് റീപ്ലേസ് എന്ന് പറഞ്ഞാൽ വാഹനം ഓടിയിട്ടേ ഇല്ല, പിന്നെ റീപ്ലേസ് ഓപ്ഷൻ ഇല്ല. അതെ, അതായത് 2 വർഷത്തെ ബുക്കിങ്ങിന് ഇപ്പൊ നിലവിൽ കാത്തിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണോ അതുപോലെ ഇത് ഇറക്കിക്കൊണ്ട് പോവാം. ഏറ്റവും ഫുള്ളിൻ്റെ നേരെ താഴെ 360 ക്യാമറ, ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ക്ലീൻ വണ്ടി. ഇതിൻ്റെ പുതിയതിന് എന്ത് വില ഉണ്ടാവും എന്ന് പറ. പുതിയതിന് ഇതിന് ഇപ്പോൾ 40 രൂപയുടെ താഴെ വരുന്നു. 30 സംതിങ് 35 സംതിങ് ഒക്കെ വരുന്നുണ്ട്, 39 ആ റേഞ്ചിൽ വില വരുന്നുണ്ട്. അത്ര വിലയൊക്കെ ഉണ്ടല്ലേ ഇതിന്? ഓക്കെ, ഇത് നമ്മളിപ്പോൾ എത്രയ്ക്കാണ് കൊടുക്കുന്നത്? ഇത് ഒരു 41 കൊടുക്കാം. 41. അതായത് പുതിയതിനേക്കാൾ വില വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്കിംഗിന് ഇല്ലാത്തവർക്ക് പെട്ടെന്ന് വാഹനം നാളെ തന്നെ ഇറക്കണം എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുള്ളവർക്ക് ഈ വാഹനം ഒരു മുതൽക്കൂട്ടലായിരിക്കും. കാരണം വെയിറ്റിംഗ് ആണല്ലോ ഇപ്പൊ എല്ലാവർക്കും പ്രശ്നം. അതെ അതെ അതെ. സമയം ഒരു 2 വർഷം എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യുമ്പോൾ താല്പര്യം ഇല്ലാത്തവർക്ക് നാളെ തന്നെ നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും. രാവിലെ വന്നാൽ വൈകുന്നേരം വണ്ടി കൊണ്ട് പോവാം അല്ലേ. ലോണൊക്കെ എത്ര കയറും ഇതിന്? ലോണൊക്കെ ഏകദേശം ഇതിലൊരു ഫുൾ ലോൺ തന്നെ ഏകദേശം കയറും അല്ലേ. അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ്. പ്രോപ്പർ പ്രൊഫൈല്, കറക്റ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പക്കയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം ഫുൾ ലോണിൽ എടുക്കാം. 1 രൂപ കൊടുക്കണ്ട. അതായത് വെറും 600 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇവിടെ വണ്ടി നിലവിൽ അവൈലബിൾ ആണ്. നബീൽ ബ്രോന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, വീഡിയോയിലും ഉണ്ട്. ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു പ്രീമിയം വണ്ടി Audi A4 ആണ് കേട്ടോ. A4 ഏതാ മോഡല്? 2013-14 രജിസ്റ്റർ. 13-14 ഇത് ന്യൂ ഷേപ്പ് വന്ന വണ്ടിയാ അല്ലേ? അതെ അതെ, ന്യൂ ഷേപ്പ് വന്ന. ഓക്കെ, 13-14 ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് വെറും 82,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സർവീസ് കാര്യങ്ങളൊക്കെ പക്കുള്ള സർവീസ്, കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. കമ്പനി ഹിസ്റ്ററി ഉണ്ട് അല്ലേ? അത് നിങ്ങൾ എടുത്തു കൊടുക്കുമല്ലോ അല്ലേ? കമ്പനി ഹിസ്റ്ററി എടുത്തു കൊടുക്കാം. ഇപ്പൊ നിലവിൽ UP രജിസ്ട്രേഷനിലാണ് ഉള്ളത്. ഇപ്പൊ UP രജിസ്ട്രേഷനിലാണ്. NOC ആർക്കാണോ വേണ്ടത് അവരുടെ പേരിലേക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. എടുത്തു കൊടുക്കാം. ഏത് RT ഓഫീസിലേക്കാണോ ആ RT ഓഫീസിലേക്ക് നമുക്ക് എടുത്തു കൊടുക്കാം. കേരളത്തിൽ എവിടെ വേണമെങ്കിൽ കൊടുക്കാം. എവിടെയാണ് കൊടുക്കാം. ഓക്കെ, സൺറൂഫ് ഒക്കെ വരുന്ന മോഡലാണ് കേട്ടോ A4. ഇത് എനിക്കൊന്ന് S ലൈൻ ആണെന്ന് തോന്നുന്നല്ലോ. S ലൈൻ, അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ. അന്ന് ഇറങ്ങിയാൽ ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. എല്ലാവിധ ഫീച്ചേഴ്സും വരും. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ക്ലീൻ വണ്ടിയാണ്. സിംഗിൾ ഓണറിലാണ് അവിടെ നിൽക്കുന്നത്. സിംഗിൾ ഓണറാണ്. ഇവിടെ വന്നിട്ട് നമ്മള് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ആൾ സെക്കൻഡ് ഓണർ ആവുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. ബോഡി വൈസ് ഒന്നും ഒരു കുഴപ്പമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല അല്ലേ? ക്ലീൻ വണ്ടി. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 10.5 ലക്ഷം രൂപ കൊടുക്കാം. 10.5 ലക്ഷം രൂപ NOC ആണോ? NOC. അതായത് 10,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് NOC തരും. നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്തോളൂ. ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ കണക്ക് കൂട്ടാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു 13 ലക്ഷം രൂപ വണ്ടിയുടെ ടോട്ടൽ കോസ്റ്റ് വരുള്ളൂ അല്ലേ? ഓക്കെ, 10,50,000 രൂപ. പിന്നെ പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് കുറച്ചും തരും. നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നതെന്നൊന്ന് പറഞ്ഞാൽ മതി. A4 2013-14 ഒന്ന് കോൺടാക്ട് ചെയ്തു. അപ്പൊ എന്തായാലും നമുക്ക് ഒരു ക്രിസ്റ്റ്യൻ കൂടിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ്. ഇത് ഏതാ മോഡലൊക്കെ? 2017 2.8Z ഏറ്റവും ഫുൾ ലോഡ്. അതായത് മാനുവലില് ഫുൾ ലോഡ് ഉണ്ട്. ഓട്ടോമാറ്റിക്. ഓക്കെ, 2.8 Z ഓട്ടോമാറ്റിക് ആണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 17 മോഡൽ അല്ലേ? 2017. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1.5 ലക്ഷം. 1.5 ജെനുവിനാണോ? കിലോമീറ്റർ. കേരള വണ്ടി തന്നെയാണോ? അല്ല, ഇത് വെസ്റ്റ് ബംഗാൾ. ഇതുവരെ രജിസ്റ്റർ ആവാത്ത വണ്ടിയാണ് കേട്ടോ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. ക്ലീൻ വണ്ടി. പിന്നെ ഇത് നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തൂടെ? നമുക്ക് NOC രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം അല്ലേ? അലോയിലും ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടയുള്ള ടയറുണ്ട്. ടയറൊക്കെ ഏറ്റവും പുതിയ ടയറാണ്. പുതിയ ടയറാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ന്യൂ ഷേപ്പ് കൺവേർട്ട് ചെയ്തു അല്ലേ? അത് തട്ടിയിട്ടൊന്നും കൺവേർട്ട് ചെയ്തല്ലോ? തട്ടിയിട്ടൊന്നും ചെയ്തതല്ല. ഓക്കെ, ഇതിന് ചെറിയ പൈസ മതി. 10,20,000 വേണ്ടി കൺവേർട്ട് ചെയ്യാൻ. പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന് സെറാമിക് കോട്ടിംഗ് കഴിഞ്ഞതാണ് അല്ലേ? വണ്ടി നല്ല വൃത്തിയുണ്ട്. ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും. പിന്നെ കീലസ് എൻട്രിയും ബട്ടൺസ് ആയിട്ടും വരും. ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയും കൂടിയാണ്. ഇത് നമുക്ക് എന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇത് നമുക്ക് 17 ലക്ഷം രൂപ കൊടുക്കാം. 17 ലക്ഷം രൂപ. 2017 മോഡൽ. അടിപൊളി. ഓട്ടോമാറ്റിക്. 17 ലക്ഷം രൂപ. പിന്നെ നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ പ്രൈസ്? ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ ആദ്യം തന്നെ പറയുന്നില്ല, വീഡിയോ പ്രകാരം വരുന്നവർക്ക് കൊടുക്കണമെന്നില്ല. അത് വെച്ച് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇവിടെ പിന്നെ ഇത് രജിസ്റ്റർ ചെയ്തല്ലോ കൊടുക്കുന്നത്? അല്ലല്ല, നമ്മൾ NOC വിലയല്ലേ? രജിസ്റ്റർ ചെയ്യാൻ ഏകദേശം 2.5-3 ലക്ഷം രൂപ തന്നെ. 2.5
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് 20-21 ലക്ഷം രൂപ വണ്ടിക്ക് വില വരുന്നുള്ളൂ. എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ, നല്ല ക്വാളിറ്റിയുള്ള വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ. ഏറ്റവും പുതിയ ഷേപ്പിലുള്ള നല്ല അടിപൊളി ഒരു അൾട്ടീസ് കാണിച്ചു തരാം കേട്ടോ. ടൊയോട്ട അൾട്ടീസ് ആണ്, ഡീസലാണ്. ഇത് ഏതാ മോഡൽ? 2017 മോഡൽ. 17 ആണ് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ. റീ ആണോ? ഇത് റീ ആണ്. കേരളത്തിലേക്ക് ആയിട്ടില്ല. നമ്പറായി ഇവിടെ നമ്പർ ആയി. 2,25,000 രൂപ ടാക്സ് അടച്ചതാണ്. അടച്ചതുമാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഒന്നും ചെയ്യണ്ട, കൊണ്ട് ഓടിച്ചാൽ മാത്രം ഓടിച്ചാൽ മതി. പിന്നെ കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 1,20 അല്ലേ? ഓക്കെ, 2017 1,20,000 കിലോമീറ്റർ ഓടിയ റീ വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ക്ലീൻ വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, നല്ല ഹൈ ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. സീറ്റും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു GL-ന്റെ അതേ ഇതിലേക്ക് സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത് ഫുൾ ഓപ്ഷൻ അല്ലല്ലോ, ജെ ആണ്, മിഡിൽ ഓപ്ഷൻ ആണ് അല്ലേ? അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്, കുറവൊന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് LED ടൈപ്പ് ആണ്. ഇത് ഇതിന്റെ ഫ്രണ്ട് ഏറ്റവും ന്യൂ ഷേപ്പിൽ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ ആ ഒരു വേരിയന്റ് ആണ്. അതെ. നല്ല വൃത്തിയല്ലേ വണ്ടി? നല്ല വൃത്തിയുള്ള വാനാണ്. ഓക്കെ, ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ മൈലേജ് ഒക്കെ കിട്ടും? മൈലേജ് ഒക്കെ 20 എന്തായാലും കിട്ടും. എന്താ വില വരുന്നത്? ഇത് നമുക്ക് 9,75,000 രൂപ കൊടുക്കാം. 9,75,000 കൊടുക്കാം. അതായത് ഇവിടെ പേപ്പർ ആയ വണ്ടിയാണ് കേട്ടോ, നിങ്ങൾ പേപ്പർ ആക്കാൻ ഒന്നും പോകണ്ട. 9,75,000 രൂപയ്ക്ക് നല്ല ക്ലീൻ ഒരു ടൊയോട്ട കിളിക്കുഞ്ഞു വാഹനം തന്നെ കൊടുക്കാം അല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമ്പറൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അത്യാവശ്യം വലിയൊരു വണ്ടി നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മഹീന്ദ്രന്റെ TUV 300 എന്ന് പറഞ്ഞൊരു മോഡൽ ഇവിടെ ഉണ്ട്. ഇത് ഏതാ മോഡലൊക്കെ? 2016 ആണ്. T8 അല്ലേ? ഏറ്റവും ഫുൾ ലോഡ്. അന്ന് വന്നതിൽ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരുന്ന വണ്ടിയാണ്. അലോയ് വീൽസ് ഉണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 80% ടയറും ഉണ്ട് കേട്ടോ. ഇത് എത്ര ഓടിയുണ്ട്? ഇത് കിലോമീറ്റർ 83,000 കിലോമീറ്റർ. ജെനുവിൻ ആയിരിക്കും അല്ലേ? ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല നീറ്റാണ് വണ്ടി, അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണാൻ, ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും. എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 5,70,000 രൂപ കൊടുക്കാം. 5,75 അല്ലേ? 2016 മോഡൽ. ഓക്കെ, 5,70,000 പ്രൈസ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. 5,500 ചോദിക്കുന്നുണ്ട്, നെഗോഷ്യബിൾ ആണ്. 1,00,000 രൂപയുടെ ഇറക്കി കൂടെ? ഇറക്കാം അല്ലേ? 4,50,000 രൂപ മേലെ ഇത് IDV ഉണ്ട്. പുതിയ ഇൻഷുറൻസ് ആണ്. 4,500 ലോണും കയറും അല്ലേ? കയറും. നല്ല പ്രൊഫൈലുള്ളവർക്കൊക്കെ നല്ല ലോൺ കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. 1,00,000 രൂപ കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് TUV ഇറക്കിക്കൊണ്ട് പോകാം. ശരിക്കും നിങ്ങളൊരു പ്രീമിയം വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ, ഏറ്റവും ബേസിൽ നിന്ന് തുടങ്ങുന്ന ഒരു പ്രീമിയം വണ്ടിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ബെൻസിന്റെ A180 അല്ലേ? ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2014 ആണ്. അതെ, 14 മോഡൽ A180 ആണ് കേട്ടോ. ഡീസലാണ്, നല്ല മൈലേജ് കിട്ടും അല്ലേ? 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 75 ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ, ഓണർഷിപ്പ് തേർഡിലാണ്. ഇത് റീ ആയതാ? നമ്പർ ആയതാണ്. റീ വണ്ടിയാണ് അല്ലേ? പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള, നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണാനൊക്കെ. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ടയറൊക്കെ ആവറേജ് ആണ്, പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇന്റീരിയർ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല കിഡിലാണ് കേട്ടോ. സൺറൂഫ് കാര്യങ്ങളൊന്നും വരില്ല, ഫുൾ ഓപ്ഷൻ ആണ്. പക്ഷേ ഈ എ ക്ലാസ്സിൽ സൺറൂഫ് വരുന്നില്ല അല്ലേ? ഓക്കെ, അതായത് നിങ്ങൾക്ക് വളരെ വില കുറച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്രീമിയം വണ്ടി. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൈലേജ്. അതെ. കാരണം ഇതിന് എങ്ങനെ ആയാലും ഒരു 16 മൈലേജ് കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, A180 പക്ഷെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയും കൂടിയാണ്. വാനാണ്. ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കോമ്പാക്റ്റബിൾ ആണ്. ഇത് ഓട്ടോമാറ്റിക് കൂടിയല്ലേ? ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ലോ കിലോമീറ്റർ ഉണ്ട്, വലിയ ഓട്ടം ഒന്നും പറയാനില്ല. ആ വണ്ടീന്റെ മോഡലിനെയും അതിന്റെ കിലോമീറ്റർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 13.5 ലക്ഷം. 13,50,000 രൂപ. അപ്പൊ എന്തായാലും 2014 മോഡൽ A180 ക്ലീൻ വണ്ടി, തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, നീറ്റ് വണ്ടി. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? 13.5 ലക്ഷം രൂപ. നെഗോഷ്യബിൾ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രസമുള്ള ഒരു വണ്ടി കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ മെഴ്സിഡീസ് ബെൻസിന്റെ CLA 200D എന്ന് പറഞ്ഞ മോഡലാണ്. ശരിക്കും ഒരു വണ്ടിയെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വണ്ടിയായിരിക്കും. സ്പോർട്സ് ലുക്കുള്ള ഒരു കൂപ്പേ ഡിസൈനിൽ വരുന്ന വണ്ടിയാണ്. ശരിക്കും ഒരു സ്പോർട്സ് വണ്ടിന്റെ ഒരു ലുക്കൊക്കെ ഉണ്ടല്ലേ? ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും. ഇത് ശരിക്കും ഏതാ മോഡൽ? 2017-18 മോഡൽ. 17-18 വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 78,000 ജെനുവിൻ ആണല്ലോ അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 70% ഉണ്ട്. അതായത് വലിയ ഒരു പനോരമിക് സൺറൂഫ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വരുന്ന വണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്റീരിയർ ആണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ശരിക്കും ഭയങ്കര രസമായിട്ട് തന്നെയാണല്ലോ അല്ലേ?
അതുപോലെ തന്നെ ബ്ലാക്കിൽ റെഡ് ആൻഡ് ബ്ലാക്ക് വരുമ്പോഴാണ് ഇതിന്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ആണ്. അത് മാത്രമല്ല ഫ്രെയിംലെസ് ഡോർസ് വരും. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ കളർ തന്നെയാണ് അല്ലേ? ഭയങ്കര രസമുള്ള ഒരു കളറും കൂടിയാണ് കേട്ടോ. ഇത് ശരിക്കും നമുക്ക് ഇപ്പൊ എന്താ വില വരുന്നത്? നമുക്ക് 26 ലക്ഷം രൂപ കൊടുക്കാം. 26,50,000. ഒറിജിനൽ കേരള അല്ലേ വണ്ടി? ഒറിജിനൽ കേരള. പ്രോപ്പർ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കിട്ടും. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലാത്ത ക്ലീൻ വണ്ടി. 26,50,000 രൂപയ്ക്ക് CLA 200D വരും. മൈലേജ് ഒരു 15 മേലെ കിട്ടൂലേ? ആ റേഞ്ചിൽ എന്തായാലും കിട്ടും അല്ലേ? 15 റേഞ്ചിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. എന്തായാലും ക്ലീൻ വണ്ടിയാണ്. ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ കാർമാക്സിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി ഒരു റേഞ്ച് റോവർ ഇവോക്ക് ആണല്ലേ? ഇവോക്ക് ഏതാ മോഡലൊക്കെ? 2018-19. ഓ ലാസ്റ്റ് വന്ന പുതിയ മോഡൽ വണ്ടി തന്നെയാണ് അല്ലേ? എക്സാക്ട് ഡെലിവറി ഡേറ്റ് പറഞ്ഞാൽ 14/11/2019 ആണ്. ഇത് ശരിക്കും ഏതാ വേരിയന്റ് വരുന്നത്? ഇത് ലാൻഡ്മാർക്ക് എഡിഷൻ. ഫുൾ ഓപ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും അല്ലേ? ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. ഡീസൽ വണ്ടി തന്നെയല്ലേ? ഡീസൽ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ. കിലോമീറ്റർ പറയുകയാണെങ്കിൽ ഒരു 68,000 കിലോമീറ്റർ. 60,000 സംതിങ് ഓടിയ വണ്ടിയാണ്. 60,000. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ എക്സ്ട്രാ നീറ്റ് ആണ്, ക്ലീൻ ആണ്. യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പനോറമിക് ആയിട്ടുള്ള മൂൺ റൂഫാണ് ഉള്ളത്, സൺ റൂഫ് അല്ല. പിന്നെ അലോയ് വീൽസ്, ടയർ കാര്യങ്ങൾ എല്ലാ ഭാഗവും ക്ലീൻ എന്ന് തന്നെ പറയാം കേട്ടോ. വേറെ ഒരു അപാകതയും ഇല്ലല്ലോ? ഒരു അപാകതയില്ല. വണ്ടി സിംഗിൾ ഓണറിലുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വാഹനം തന്നെ. ഹിസ്റ്ററിയൊക്കെ എടുത്തു കൊടുക്കാം. ഓക്കെ. ഒറിജിനൽ കേരള തന്നെയാണ്. കേരള വണ്ടി. എന്താ പ്രൈസ് വരുന്നത്? നമ്മൾ 48 ലക്ഷം രൂപ. 48 ലക്ഷം രൂപയാണ് 2018 മോഡൽ 19 രജിസ്ട്രേഷൻ 60,000 കിലോമീറ്റർ ഓടി വണ്ടിക്ക് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരും. ഇതിപ്പോ നിലവിൽ കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരളയിലുള്ള ഫസ്റ്റ് ഓണർഷിപ്പിലുള്ള ക്ലീൻ വണ്ടി അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ആരെങ്കിലും നല്ലൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. പ്രീമിയം വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിച്ച ഇത്രയും വണ്ടികളിൽ ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും വേണമെങ്കിൽ നവീൽ ബ്രോനെ കോൺടാക്ട് ചെയ്തത്. നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ മേൽഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്, ചെക്ക് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ? അടുത്തൊരു പുതിയ സ്റ്റോക്കുമായിട്ട് വരാം. പുതിയ ഒരു കളക്ഷനായിട്ട്. അതെ. അപ്പോൾ എന്തായാലും അതുവരെ കാണുന്നവരെ എല്ലാവർക്കും ബൈ.